ഹലോ ഗൈസ്, ദിസ് ഇസ് ഡേ 6 ഓഫ് വിശാഖപട്ടണം സീരീസ്. ഗൈസ്, നമ്മുടെ ഹോട്ടലിൽ തൊട്ട് പുറകെ തന്നെ ഒരു ബീച്ച് ഉണ്ട്. സോ ഞാനിന്ന് ആ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കും. വിശാഖപട്ടണത്ത് ആകെ കാണാനുള്ളത് ബീച്ച് മാത്രമാണ്. ഗൈസ്, ഈ കല്ലിന്റെ മേളിൽ കയറാനുള്ള ശ്രമത്തിൽ എന്റെ മൊബൈൽ ജസ്റ്റിന് വെള്ളത്തിൽ വീഴാൻ പോയി. ഭാഗ്യത്തിന് വീണില്ല. ഗൈസ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഫുൾ ബ്ലൂ കളറാണ് അടുത്ത് വെള്ളം. ബൈ ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുന്നത് മലയുടെ പുറകിലാണ്, അല്ലാണ്ട് കടലിന്റെ പുറകിലല്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി. നമ്മുടെ ഇവന്റ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം പാക്കപ്പ് ചെയ്ത് തിരിച്ച് നാട്ടിൽ പോകണം. ഓരോ ഹാളിൽ പോയി നമ്മുടെ ലീഡ് വാളി നമ്മൾ ഊരി. ഞാൻ എന്നിട്ട് എന്റെ ഹാളിൽ വന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം പാക്കപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്ത് നമ്മൾ ഓരോന്നോരോന്നേ വണ്ടി കയറ്റി. അങ്ങനെ ട്രക്ക് നമ്മൾ ഫുള്ള് ലോഡ് ചെയ്ത് നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് യാത്ര തുടങ്ങി നാട്ടിലോട്ട്. സോ ഇന്നത്തെ നൈറ്റിൽ ഫുഡ് നൂഡിൽസ് ആണ് ഗൈസ്. ഇതാ മുണ്ടും നെയ്മറിന്റെ ജേഴ്സിയും ഇട്ട് ഫ്ലെക്സ് ചെയ്യുന്ന ജാസ്. അങ്ങനെ നൈറ്റിൽ ഫുള്ള് ബസ്സിൽ കിടന്നുറങ്ങി നമ്മൾ പിറ്റേന്ന് രാവിലെ എണീച്ചു പോയി. ചായ കുടിക്കാൻ വേണ്ടി വേറെ ഏതോ ഹൈവേയിൽ ബ്രഷ് കാണാനില്ലാത്തതുകൊണ്ട് കയ്യിൽ ഇച്ചിരി പേസ്റ്റ് വെച്ച് ഞാൻ ബ്രഷ് ചെയ്തു ഗൈസ്. ഇതാണ് നമ്മൾ നിർത്തിയ ചായക്കട. അവിടെ ഒരു ചൂട് ചായ ഒരു പാക്കറ്റ് കുക്കീസും മേടിച്ച് കഴിച്ചു ഗൈസ്. ഇതാണ് ഇവിടുത്തെ ബൺമസ്ക, നടക്ക് ശർക്കര വെച്ചത്. അങ്ങനെ ചായ കുടി കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറി നേരെ യാത്ര തുടങ്ങി. ബസ്സിൽ ഉടുക്കത്തെ തണുപ്പായതുകൊണ്ട് ആരോ മേടിച്ച പ്ലാൻ ഷീറ്റ് മൂടുന്ന കാഴ്ചയാണ് കഴിച്ചത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. ഹോട്ടലിന്റെ തൊട്ട് സൈഡിൽ തന്നെ കുറെ സൂപ്പർ ബൈസിങ്ങനെ നിർത്തി വെച്ചിരുന്നു ഗൈസ്. അത് കാണാൻ തന്നെ വേറെ പൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു നമ്മൾ ഉള്ളിൽ കയറി ഒരു മസാല ദോശ കഴിച്ചു. എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലോഡുള്ള വണ്ടി കംപ്ലൈന്റ് ആയി. ബാക്കി അടുത്ത വീഡിയോ.